ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവയ്ക്ക തീയലാണ്. എല്ലാവർക്കും പാവയ്ക്ക എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടക്കുറവുണ്ടെങ്കിലും ഈ രീതിയിൽ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഇതുണ്ടാക്കാൻ അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തോളൂ. ബാക്കി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ആദ്യം നമ്മൾ നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കുക. ഇപ്പോൾ ഒരു അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇവിടെ കിട്ടുന്ന ബോക്സിൻ്റെ ആ പോർഷനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കും. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. അതിനുശേഷം എണ്ണ ഒഴിച്ച് പാവയ്ക്കായും സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ വഴറ്റുമ്പോഴാണ് ആ പാവയ്ക്കായുടെ കയ്പ്പ് രസമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചേർക്കുക. ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച ആ തേങ്ങ അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കുക. വറുത്ത അരപ്പ് ഈ മിക്സിലേക്ക് ചേർക്കുക. നമ്മൾ വേവിച്ച് വെച്ച പാവയ്ക്കയിലേക്ക് ചേർത്ത് അത് നന്നായിട്ട് ഒന്ന് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് അതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി അരപ്പ് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അതൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ അത് നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അതിലേക്ക് കുറച്ച് പുളി ചേർക്കുക. അതിനുശേഷം ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ച് ഇതിലേക്ക് ചേർക്കുക. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര ചേർത്താൽ അത് നല്ല ടേസ്റ്റായിട്ട് വരും. അതുകൊണ്ട് അതും കൂടി ചേർത്ത്, എല്ലാവരും ശർക്കരയാണ് ചേർക്കാറുള്ളത്, ഞാൻ പഞ്ചസാരയാണ് ചേർക്കുക. നിങ്ങളൊന്ന് ചേർത്ത് നോക്കൂ. നല്ല ടേസ്റ്റ് വ്യത്യാസം കാണാം. ഈ തീയൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും.